ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതും ഏത് ഘട്ടത്തിൽ, അരിവാൾ ചുറ്റിക നക്ഷത്രം ഇനി കാണാൻ കഴിയുമോ എന്ന് ഭീതിപ്പെട്ട് പ്രകാശ് കാരാട്ടും യെച്ചൂരിയും അതുപോലുള്ള സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനും ഭീതിപ്പെട്ട് ഓടി നടക്കുന്ന, എവിടെ നിന്നെങ്കിലും ഒരു വോട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കിട്ടിയാൽ ആ ചിഹ്നം നിലനിർത്താമല്ലോ എന്ന് പാടുപെട്ട് നടക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വരെ ലീഗുകാരനായ ഹംസക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം കൊടുത്തത്. അതിന് വീഴുന്ന വോട്ട് അവരുടെ കണക്കിൽ വന്ന് ഇതെങ്ങനെയെങ്കിലും നിലനിർത്തി കിട്ടണം. അതിനുവേണ്ടി കൊണ്ടുപിടിച്ച് സാധാരണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ പണിയെടുക്കുമ്പോൾ മുഖ്യമന്ത്രി കുടുംബസമേതം ഉല്ലാസയാത്രയിലാണ്. അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ പോകുന്ന പണിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ എവിടെയും എടുത്തു കാണിക്കാവുന്ന ഒരു അധികാരിയാണ് മുഖ്യമന്ത്രി, ഏക മുഖ്യമന്ത്രിയാണ്. അവർ ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ്, CPM ഉള്ള ഏക സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി എവിടെയെങ്കിലും പ്രതീക്ഷിച്ച് 4 വോട്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചൂടെ? പശ്ചിമബംഗാളിൽ മത്സരിക്കുന്നു, കോൺഗ്രസുമായി സഖ്യം ചെയ്തിട്ടാണ്. ത്രിപുരയിൽ മത്സരിക്കുന്നു, കോൺഗ്രസുമായി സഖ്യം ചെയ്തിട്ടാണ്. പ്രകാശ് കാരാട്ടിന്റെ ഒരു ലേഖനം, ഒരു പ്രസംഗം, ത്രിപുരയിലെ ഒരു പ്രസംഗം മിനിഞ്ഞാന്ന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പ്രസംഗം? ഞാൻ കുറെ വായിച്ചിട്ടത് രമേശ് ചെന്നിത്തലയോ VD സതീശനോ ചെയ്താൽ തോന്നിപ്പോയി. അത്രത്തോളം ഗംഭീരമായ പറയുന്നത്, കോൺഗ്രസ് ഭരിച്ചാലേ, കോൺഗ്രസ് ജയിച്ചാലേ ഇന്ത്യക്ക് രക്ഷയുള്ളൂ. ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെങ്കിൽ രാഹുൽജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. ഞാനല്ല പറഞ്ഞത്, കോൺഗ്രസ്സുകാരുമല്ല പറഞ്ഞത്, RMP അല്ല പറഞ്ഞത്, പ്രകാശ് കാരാട്ടാണ്. വൃന്ദ കാരാട്ടിന്റെ ഭർത്താവ്, പോളിറ്റ് ബ്യൂറോ മെമ്പർ, മുൻ സെക്രട്ടറി. അങ്ങനെ ത്രിപുരയിൽ പ്രകാശ് കാരാട്ടും യെച്ചൂരിയൊക്കെ മത്സരിച്ച് കോൺഗ്രസിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കേരളത്തിൽ ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയുണ്ട് എന്ന് സഖാക്കൾക്ക് വോട്ട് ചെയ്യുമ്പോൾ കാണിച്ചു കൊടുക്കാൻ ഒന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോയിക്കൂടെ? യെച്ചൂരി പറഞ്ഞിട്ട് കേൾക്കാതെയാണോ പിണറായി പോയത് എന്ന് പറയേണ്ട ബാധ്യത യെച്ചൂരിക്കാണ്. എന്തുകൊണ്ട് നാട് വിട്ടു? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ രാജ്യം വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ, അതും ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്നിട്ട് ന്യായീകരിക്കാൻ വരിക പാർട്ടി സെക്രട്ടറി. ദൈവത്തോടാണ് AK ബാലൻ മുഖ്യമന്ത്രിയെ ഉപമിച്ചത്. ദൈവം പോലും ലോകം സൃഷ്ടിക്കാൻ 6 ദിവസം അധ്വാനിച്ചിട്ട് 7ാമത്തെ ദിവസം വിശ്രമിച്ചു. അതുപോലെ സഖാവ് പിണറായി വിജയൻ കമ്മ്യൂണിസം ലോകത്തുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഒരു 55-60 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കാൻ പോയിക്കൂടെ? ഇതാണ് ബാലന്റെ ചോദ്യം. നല്ല ചോദ്യമാണ്. ദൈവം പോലും വിശ്രമിച്ച സ്ഥിതിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കൊന്ന് വിശ്രമിച്ചൂടെ? അദ്ദേഹം സ്ഥിരമായിട്ട് വിശ്രമിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്നത് ഉറപ്പാണ്. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ വിശ്രമം. ഈ വിശ്രമം ജൂൺ 4 കഴിഞ്ഞിട്ടായ വല്ല കുഴപ്പമുണ്ടോ? ഒരാഴ്ച വിശ്രമം ഒന്ന് മാറ്റിവെച്ചാൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിന് അനുകൂലമായി പ്രസംഗിക്കാൻ ഇദ്ദേഹത്തിന് കഴിയില്ല എന്ന് ഒരുപക്ഷെ CPM നേതാക്കന്മാർക്ക് തോന്നിക്കാം. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയി ത്രിപുരയിലും ബംഗാളിലും പ്രദർശിപ്പിച്ചാൽ കോൺഗ്രസിനോടൊപ്പം സഖ്യം ചെയ്ത് മത്സരിക്കുന്ന ആ പ്രദേശത്ത് ആ സഖ്യം പോലും പൊട്ടിപ്പിളർന്ന് ഉള്ള വോട്ടും ഇല്ലാതാകുമോ എന്ന് പേടിയാണ്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇയാളെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുമോ എന്ന ഭീതി CPM അഖിലേന്ത്യാ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ടാകാം. ഏതായിരുന്നാലും അദ്ദേഹം പോയത് ഒരർത്ഥത്തിൽ നന്നായി. ഈ ദുരന്തത്തിന് അദ്ദേഹം കൂടി കാരണക്കാരനായിരുന്നു എന്ന് വരുത്തണ്ടല്ലോ.